വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ. വാനവും ഭൂമിയും ചമച്ചവനെ വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ. വാനവും ഭൂമിയും ചമച്ചവനെ മഹിമയിൻ പ്രഭുതാ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥ നീ എൻ ദൈവം. യേശുനാഥ നീ എൻ ആശ്രയം. യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥ നീ എൻ ദൈവം. യേശുനാഥ നീ എൻ ആശ്രയം. യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ. സ്തുത്യൻ തന്നാഥന്റെ കരവിരുത്. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ. സ്തുത്യൻ തന്നാഥന്റെ കരവിരുത്. മഹിമയിൻ പ്രഭുതാ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥ നീ എൻ ദൈവം. യേശുനാഥ നീ എൻ ആശ്രയം. യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥ നീ എൻ ദൈവം. യേശുനാഥ നീ എൻ ആശ്രയം. യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. അവിടുന്നാണ് ഞങ്ങളുടെ കർത്താവ്. അവിടുന്നാണ് ഞങ്ങളുടെ ദൈവം. അവിടുന്നാണ് ഞങ്ങളുടെ സർവസ്വവും. ഹൃദയത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അധരം കൊണ്ട് ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങയെ ദൈവമായി കാണാതെ, യഥാവിധം അങ്ങയെ ആരാധിക്കാതെ ഞങ്ങൾ കടന്നുപോയ എല്ലാ നാഴികകളെയും ഓർത്ത് ഞങ്ങൾ മാപ്പിരക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 2-ാം തിരുവചനം, അവിടുന്ന് നമ്മെ അവസാനം വരെ സ്നേഹിച്ചു. എത്രയോ മനോഹരമാണ് ആ വചനം. അവിടുന്ന് നമ്മെ അവസാനം വരെ സ്നേഹിച്ചു. ഓ ഈശോ, ജീവിതത്തിൻ്റെ ആരംഭത്തിൽ ഏത് ജീവിതാന്തസ്സാണെങ്കിലും അധികമായി സ്നേഹിക്കുന്നവരാണ് മനുഷ്യർ. എന്നാൽ അവസാനം വരെ സ്നേഹിക്കാൻ അങ്ങയ്ക്ക് മാത്രമേ കഴിയൂ.
കഴിഞ്ഞിട്ടുള്ളൂ. സ്നേഹത്തിൻ്റെ ഏറ്റവും നല്ല അടയാളമായി അങ്ങ് പോകും മുമ്പ് എന്നും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ആയിരിക്കാൻ ദിവ്യകാരുണ്യം അവിടുന്ന് സ്ഥാപിച്ചു. സ്നേഹത്തിൻ്റെ കുദാശ അവിടുന്ന് സ്ഥാപിച്ചു. അവസാനം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ് ഇന്നും പരിശുദ്ധ കുർബാനയിൽ സത്യമായി വാഴുന്ന ഈശോ, അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തട്ടെ. ജീവിച്ചവരും മരിച്ചവരും കടന്നു പോകുന്നവരും വരാനിരിക്കുന്നവരുമായ മുഴുവൻ ദൈവജനത്തോടും ചേർന്ന് കർത്താവേ, അങ്ങയുടെ മഹനീയമായ നാമത്തെ ഞങ്ങൾ പ്രകീർത്തിക്കട്ടെ. അവിടുന്നാണ് ഞങ്ങളുടെ ദൈവം, അവിടുന്നാണ് ഞങ്ങളുടെ മഹോന്നതനായ കർത്താവ്. എല്ലാ സ്തുതികൾക്കും യോഗ്യനായവനും എല്ലാ പ്രാർത്ഥനകൾക്കും അർഹനായവനും ജീവിതത്തിൻ്റെ മുഴുവൻ അവകാശവുമുള്ളവൻ, ആധിപത്യവുമുള്ളവൻ അവിടുന്നാണ്. കർത്താവേ, അവസാനം വരെ ഞങ്ങളെ സ്നേഹിച്ചവനെ, ഞങ്ങളുടെ ശിഷ്യായുസ്സിൽ സ്നേഹം കൊണ്ട് അങ്ങേക്ക് ഞങ്ങളെ തന്നെ അർപ്പിക്കാനുള്ള കൃപ നീ തരണമേ. സ്നേഹത്തോടെ നമ്മളെ തന്നെ യേശു കരങ്ങളിലേക്ക് അർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥ, നീ എൻ ദൈവം. യേശുനാഥ, നീ എൻ ആശ്രയം. യേശുനാഥ, നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥ, നീ എൻ ദൈവം. യേശുനാഥ, നീ എൻ ആശ്രയം. യേശുനാഥ, നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. സ്നേഹത്തിൻ്റെ പരിശുദ്ധമായ കുദാശ സ്ഥാപിച്ചതിന് ശേഷം ഈശോ തൻ്റെ പ്രിയരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. ഓ ദിവ്യകാരുണ്യ ഈശോയെ, സ്നേഹത്തിൻ്റെ കുദാശ ജീവിക്കുന്നതിന് പകരം സ്നേഹത്തിൻ്റെ കുദാശയുമായി ഞങ്ങൾക്കിടയിൽ നടന്നിട്ടുള്ള, അങ്ങയുടെ ദിവ്യകാരുണ്യത്തിനെതിരെ നടന്നിട്ടുള്ള എല്ലാ നിന്ദാവമാനങ്ങൾക്കും പരിഹാരമായി ഈ ഡാനിയേൽ ഫാസ്റ്റിൻ്റെ 5-ാം ദിവസമായി ഇന്ന് സഭയ്ക്ക് വേണ്ടി പരിഹാരം ചെയ്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ കാരുണ്യത്തിൻ്റെ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, ഈ അനുഗ്രഹീതമായ സമയം ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ മാപ്പിരന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ അവിടുന്ന് കൈവിടരുതേ. അങ്ങയുടെ കരം ഞങ്ങളുടെ മേലെ നീട്ടണമേ. സത്യോപദേശം യഥാവിധം പഠിപ്പിക്കുവാൻ കഴിവും ജ്ഞാനവുമുള്ള അനുഗ്രഹീതരായ വൈദിക മേലധ്യക്ഷന്മാരെ സഭയിൽ ഉയർത്തണമേ. വിപരീതമായ ശക്തികളെ അവിടുന്ന് പരാജയപ്പെടുത്തണമേ. അങ്ങയുടെ മഹത്വത്തിൻ്റെ തേജസ് കൊണ്ട് ഞങ്ങളുടെ ദൈവജനം നിറയുവാൻ ഇടവരട്ടെ. ഓ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, വിശുദ്ധർ വണങ്ങിയ സ്നേഹമേ, ആരാധനാലയങ്ങളിൽ വണങ്ങുന്ന സ്നേഹമേ, ഇന്നും പരിശുദ്ധ കുർബാനയിൽ കടന്നു വരുന്ന സ്നേഹമേ, ഞങ്ങളുടെ ചുണ്ടിൽ അലിയുന്ന സ്നേഹമേ, ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ വരുന്ന സ്നേഹമേ, ഞങ്ങൾക്ക് എന്നും ഇടയിലൂടെ സഞ്ചരിക്കുന്ന സ്നേഹമേ, ഞങ്ങളുടെ മുമ്പിൽ വാണരുളുന്ന സ്നേഹമേ, നിനക്കെതിരെ ചെയ്തു പോയ എല്ലാ അപരാധങ്ങൾക്കും നിന്ദാവമാനങ്ങൾക്കും മാപ്പിരെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. എന്നുമെന്നും കൂടെ ഇരിപ്പാൻ അപ്പമായി തീർന്നവനേ, എന്നുമെന്നും കൂടെ ഇരിപ്പാൻ അപ്പമായി തീർന്നവനേ, എൻ്റെ സ്നേഹിതനാകും
ഈ ദിവസം കർത്താവെ ശ്രവിക്കണമേ, കർത്താവെ പൊറുക്കണമേ എന്ന് പറഞ്ഞ് അങ്ങയുടെ തിരുമുമ്പിൽ നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആയിരക്കണക്കിന് മക്കൾ പ്രാർത്ഥിക്കേണ്ടത് ഈ വിധമായിരിക്കട്ടെ. ദിവ്യകാരുണ്യത്തെ, സ്നേഹത്തിൻ്റെ കുദാശയെ ദുരുപയോഗിക്കുവാൻ ഇടവന്ന, വിപരീതമായി ഉപയോഗിക്കുവാൻ ഇടവന്ന എല്ലാ സാഹചര്യങ്ങൾക്കും, യേശുവിൻ്റെ ശരീരത്തെ ഏറെ വേദനിപ്പിച്ച എല്ലാ സാഹചര്യങ്ങൾക്കും നമുക്ക് മാപ്പിരുന്ന് പ്രാർത്ഥിക്കണം. അതെ, സഭാമക്കളായ നമ്മളാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ വിലാപത്തോടെയും കണ്ണീരിനോടെയും പ്രാർത്ഥിക്കുന്ന നേരത്ത് ഇതാ ദൈവത്തിൻ്റെ കോപം, ദൈവത്തിൻ്റെ സ്നേഹത്തിന് വഴി മാറുന്നു. അവൻ്റെ കരുണ ഒരിക്കൽ കൂടി നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നു. കർത്താവേ, ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ, സഭയോട് കരുണയായിരിക്കണമേ, വൈദിക മേലധ്യക്ഷന്മാരോടും പുരോഹിതരോടും അവിടുന്ന് കരുണയായിരിക്കണമേ. അങ്ങയുടെ സ്നേഹത്തിൻ്റെ കരം ഒരിക്കൽ കൂടി നീട്ടണമേ. ദിവ്യകാരുണ്യത്തിൻ്റെ ശോഭ ഒരിക്കൽ കൂടി ഞങ്ങളുടെ ദേശത്ത് പ്രകടമാക്കുവാൻ അവിടുത്തെ കരം അവിടുന്ന് നീട്ടുക. സ്നേഹത്തോടെ ഞങ്ങൾ ഈശോ പ്രാർത്ഥിക്കട്ടെ. നിന്റെ ജനത്തിനു വേണ്ടി, തിരുസഭയ്ക്കും വേണ്ടി കരമുയർത്താം, നിലവിളിക്കാം. പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ കണ്ണീരെനിക്കു തരൂ. നിന്റെ ജനത്തിനു വേണ്ടി, തിരുസഭയ്ക്കും വേണ്ടി കരമുയർത്താം, നിലവിളിക്കാം. പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ കണ്ണീരെനിക്കു തരൂ. കർത്താവേ, ശ്രവിക്കണമേ. കർത്താവേ, ക്ഷമിക്കണമേ. എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണേ. എൻ്റെ ദൈവമേ, കരുണാനിധി, നിന്റെ നാമത്തെ പ്രതി നീ വൈകരുതേ. കർത്താവേ, ശ്രവിക്കണമേ. കർത്താവേ, ക്ഷമിക്കണമേ. വിശ്വാസത്തിൻ്റെ ഐക്യത്തിൽ ഈശോയുടെ അടുത്തേക്ക് കരുണയ്ക്ക് വേണ്ടി കരം നീട്ടിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ ശരീരത്തെ, ദിവ്യകാരുണ്യ കുദാശയെ ദുരുപയോഗിക്കുവാൻ ഇടവന്നിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളെയും ഓർത്തുകൊണ്ട് സഭാ തനയർക്ക് വേണ്ടി മാപ്പിരന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏറ്റവും പരിശുദ്ധമായ ശ്രീകോവിൽ യുദ്ധഭൂമിയാക്കുവാൻ ഇടവന്നിരിക്കുന്ന സാഹചര്യങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പിരക്കുന്നു. കർത്താവിൻ്റെ മാലാഖമാർ കടന്നു വരേണ്ട, വിശുദ്ധ ഗണം ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ ആരാധിക്കേണ്ട ആരാധന ഇടങ്ങൾ പരസ്പരം കലഹത്തിൻ്റെയും സ്നേഹരാഹിത്യത്തിൻ്റെയും മണ്ണാക്കി മാറ്റുവാനിട വന്നിട്ടുള്ള കഴിഞ്ഞ നാളുകൾക്കായി ദൈവമേ, ഞങ്ങൾ സ്നേഹത്തോടെ മാപ്പിരന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരുണയുടെ കരം ഒരിക്കൽ കൂടി നീട്ടണമേ. അങ്ങയുടെ കൃപയുടെ കരം ഒരിക്കലും അവിടുന്ന് മാറ്റിക്കളയരുതേ. ദൈവത്തിൻ്റെ ജനത്തിൻ്റെ നിലവിളിയും പ്രാർത്ഥനയും അവിടുന്ന് കേൾക്കണമേ. ദൈവമേ, ഒരിക്കൽ കൂടി അങ്ങയുടെ കരുണ അയക്കുക. ഞങ്ങളുടെ നിലവിളിയും പ്രാർത്ഥനയും അവിടുന്ന് കേൾക്കുക. സ്നേഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. വേദനയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവജനത്തിൻ്റെ നിലവിളിക്ക് കാതോർക്കുവാൻ അവിടുന്ന് വരണമേ. ആകാശം ചായ്ച്ച് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ നിലവിളിയും പ്രാർത്ഥനയും അവിടുന്ന് ശ്രവിക്കണമേ. സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ശ്രവിക്കണമേ. കർത്താവേ, ക്ഷമിക്കണമേ. എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണേ. എൻ്റെ ദൈവമേ, കരുണാനിധി, നിന്റെ നാമത്തെ പ്രതി നീ വൈകരുതേ. കർത്താവേ, ശ്രവിക്കണമേ. കർത്താവേ, ക്ഷമിക്കണമേ.
കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ. സഹോദരങ്ങളെ, നമ്മുടെ ശുശ്രൂഷയുടെ 5-ാം ദിവസമായി ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കേണ്ട പ്രാർത്ഥന ഇതാണ്: ദൈവാരാധനയുടെ ബലിപീഠങ്ങളെ ലജ്ജാകരമായ സ്വാർത്ഥതയുടെ യുദ്ധഭൂമിയാക്കിയ എല്ലാ സാഹചര്യങ്ങളെയും ഓർത്ത് ഈശോയെ ഞങ്ങൾ മാപ്പിരക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ ഈ പ്രാർത്ഥന സ്നേഹത്തോടെ വിശ്വാസികളായ എല്ലാവരും സൂക്ഷിക്കണം. ദൈവാരാധനയുടെ ബലിപീഠങ്ങളെ ലജ്ജാകരമായ സ്വാർത്ഥതയുടെ യുദ്ധഭൂമിയാക്കി മാറ്റിയ എല്ലാ സാഹചര്യങ്ങൾക്കുമായി ഞങ്ങളുടെ സ്വദേശത്തും വിദേശത്തും വിവിധങ്ങളായ ഇടങ്ങളിലും ബോധമില്ലാതെ, യഥാർത്ഥമായ ജ്ഞാനമില്ലാതെ സ്നേഹത്തിൻ്റെ കുദാശയെ വെറുപ്പിൻ്റെ അടയാളമാക്കിയും ആയുധമാക്കിയും മാറ്റിയ എല്ലാ സാഹചര്യങ്ങൾക്കും നമ്മൾ മാപ്പിരക്കണം. ഏതാണ്ട് ഇത്തരം ഒരു സംഭവം പ്രാർത്ഥന ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 3-ാമത്തെ അധ്യായത്തിലാണത് കാണുന്നത്. അസറിയ എന്ന ചെറുപ്പക്കാരൻ, നമ്മൾ കണ്ടു ആ 3 ചെറുപ്പക്കാരിൽ ഒരുവൻ അബദ്നേഗോ. അവൻ്റെ ഒരു അനുതാപ സങ്കീർത്തനമുണ്ട്. ആ അനുതാപ സങ്കീർത്തനത്തിൽ ഒരു വചനം ഇങ്ങനെയാണ്: യഥാർത്ഥമായി ബലിയർപ്പിക്കാൻ ദൈവമേ ഞങ്ങൾക്ക് പുരോഹിതരില്ല, ദേവാലയമില്ല, ബലിപീഠമില്ല, ധൂപകലശമില്ല. എന്താണ് സാഹചര്യം എന്നറിയാവോ? സത്യത്തിൽ ജെറമിയ എന്ന് പറയുന്ന പ്രവാചകൻ ദൈവത്തിൻ്റെ ഹിതം നമ്മൾ അറിയാതെ ദൈവത്തിന് എതിരായി നമ്മൾ പോയാൽ വരാനിരിക്കുന്ന കാലത്തുള്ള ദുരന്തം എന്താണ് എന്ന് ബാബിലോൺ പ്രവാസത്തിൻ്റെ ഏതാണ്ട് 40 വർഷം മുമ്പ് തന്നെ ഇത് പ്രഖ്യാപിച്ച് ഓടി നടന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ദേവാലയം നഷ്ടമാകും, പിന്നീട് ധൂപകലശം ഉണ്ടാകില്ല, പ്രാർത്ഥന ഉണ്ടാകില്ല. പക്ഷെ ഇതൊക്കെ കേട്ടപ്പോഴും എല്ലാവരും അയാളെ കളിയാക്കി, പ്രവാചകനെ കളിയാക്കി. എന്നാൽ നാളുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആവർത്തിച്ച് ഇതേ പ്രവചനം കൊണ്ടുവന്നു ദൈവജനത്തിൻ്റെ മുമ്പിൽ. പക്ഷെ അവരാരും അത് ചെവിക്കൊണ്ടില്ല. എന്ത് സംഭവിച്ചു? ദൈവം സോളമനോട് പറഞ്ഞ് നിർമ്മിച്ച അതേ ദേവാലയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങിപ്പോയി. അങ്ങനെ BC 586 ആയപ്പോൾ സോളമനിലൂടെ നിർമ്മിച്ച ആ ജ്ഞാനമുള്ള, സമുദ്രം പോലെ വിശാലമുള്ള ഹൃദയമുള്ള സോളമനിൽ നിന്ന് നിർമ്മിച്ച ദേവാലയം തകർക്കപ്പെട്ടു. 1-2 ദിവസമല്ല സഹോദരങ്ങളെ, നീണ്ട 70 വർഷക്കാലം ദൈവ സാന്നിധ്യം അനുഭവിക്കാതെ, പ്രാർത്ഥിക്കാൻ ഒരു ഇടമില്ലാതെ, പരസ്പരം കുടുംബങ്ങൾക്ക് കണ്ടുമുട്ടാൻ ഇടമില്ലാതെ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ യാതൊരു ഇടമില്ലാതെ ഈ ജനം വല്ലാതെ വിഷമിച്ചു. ഈ സമയത്താണ് അസറിയ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അബദ്നേഗോ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ അനുതാപ കീർത്തനം പാടുകയാണ്. നമ്മൾ ഓർക്കണം, ഈ നാളുകളിൽ ലോകത്തും സഭയിലുമൊക്കെ സംഭവിക്കുന്ന സ്നേഹത്തിൻ്റെ കുദാശയ്ക്ക് എതിരെ നിൽക്കുന്ന എല്ലാ കാര്യങ്ങൾക്കുമായി, നിന്നാവമാനങ്ങൾക്കുമായി നമ്മളും കൂടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഒരാൾക്ക് തോന്നും, ഞാൻ എന്തിനാണ് ഈ മേലധ്യക്ഷന്മാരും പിതാക്കളും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ചുമതലയിലുള്ളവരും ഇത്തരം തോന്നിവാസങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, ഈ അസറിയ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ, അവൻ പുരോഹിതനായിരുന്നില്ല, അവൻ നായകനായിരുന്നില്ല, അവൻ പ്രവാചകനായിരുന്നില്ല, അവൻ സാധാരണ ഒരു സാധു ചെറുപ്പക്കാരനായിരുന്നു. പക്ഷെ അവൻ്റെ ഉള്ളിൽ തോന്നി, അതെ, എൻ്റെ ജനത്തിൻ്റെ നാശം എൻ്റെയും നാശമാണ്. നമ്മൾ ഇന്ന് ഈശോയുടെ വചനം കേൾക്കുന്ന ഓരോരുത്തരും ചിന്തിക്കണം, നിങ്ങളുടെ വേദന, നിങ്ങളുടെ കഷ്ടതകൾ, നിങ്ങളുടെ ദുഃഖങ്ങൾ, പ്രാർത്ഥിക്കാൻ ഭവനത്തിന് വേണ്ടി തന്നെയുള്ള 1000 കാര്യങ്ങൾ ഇതിനിടയിൽ സമയം കണ്ടെത്തണം. പ്രത്യേകിച്ചും ഇന്നത്തെ പ്രാർത്ഥനയിൽ നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ വേദനകളും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് പറയണം, ഈശോയെ, അങ്ങയുടെ സഭയിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ വിപരീതമായ സാഹചര്യങ്ങൾക്കും ഈശോയെ ഞങ്ങളും മാപ്പിരക്കുന്നു, ഞങ്ങളും അങ്ങയോട് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 25-ാമത്തെ അധ്യായം 5-ാമത്തെ വചനം ഇങ്ങനെയാണ്: നിങ്ങൾ ദുർമാർഗവും
ദുഷ്പ്രവൃത്തിയെ ഉപേക്ഷിച്ച് പിന്തിരിയുക. എങ്കിൽ നിങ്ങളുടെ പിതാക്കന്മാരും നിങ്ങളും കർത്താവ് പണ്ട് എന്നേക്കുമായി നൽകിയ ദേശത്ത് നിങ്ങൾക്കും വസിക്കാനായിട്ട് കഴിയും. നമ്മൾ പ്രാർത്ഥിക്കുന്ന നേരത്ത് ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ മേലും മാത്രമല്ല, ദൈവജനം മുഴുവൻ്റെ മേലും പ്രസന്നമാകും. കർത്താവേ, ഈ ദിവസങ്ങളിലെ 21 ദിവസങ്ങളിലെ ഞങ്ങളുടെ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും അവിടുന്ന് ചെവി ഓർക്കുക, അവിടുന്ന് കാണുക, അവിടുന്ന് ഞങ്ങൾക്ക് ഉത്തരം തരിക. തീർച്ചയായും നമ്മെ മാത്രമല്ല, നമ്മുടെ കുടുംബത്തെയും തലമുറയെയും എല്ലാം ഈശോ ഒരുപാട് അനുഗ്രഹിക്കും. സ്നേഹത്തോടെ ഈശോയിലേക്ക് നോക്കിക്കൊണ്ട്, ഓ ഈശോ, സ്നേഹത്തിൻ്റെ കുദാശ എന്നുമെന്നും ഞങ്ങളുടെ കൂടെ ആയിരിക്കാൻ വേണ്ടി സ്ഥാപിച്ചവനെ, സ്നേഹത്തോടെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി കൂടി ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയ്ക്കെതിരെ പ്രവർത്തിച്ചവർക്ക് വേണ്ടി കൂടി അങ്ങയെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു. അങ്ങയെ തള്ളി മാറ്റിയവർക്ക് വേണ്ടി കൂടി അൾത്താരയെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു. ഞങ്ങളോട് കരുണയായിരിക്കണമേ, വാത്സല്യം കാണിക്കണമേ. സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നിന്നെ പരിത്യജിക്കും നിന്റെ മക്കൾക്കു വേണ്ടി ഉപവസിക്കാം, കാത്തിരിക്കാം. പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ കണ്ണീരെനിക്കു തരൂ. നിന്നെ പരിത്യജിക്കും നിന്റെ മക്കൾക്കു വേണ്ടി ഉപവസിക്കാം, കാത്തിരിക്കാം. പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ കണ്ണീരെനിക്കു തരൂ. കർത്താവേ, ശ്രവിക്കണമേ. കർത്താവേ, ക്ഷമിക്കണമേ. എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണേ. എൻ്റെ ദൈവമേ, കരുണാനിധേ, നിന്റെ നാമത്തെ പ്രതി നീ വൈകരുതേ. കർത്താവേ, ശ്രവിക്കണമേ. കർത്താവേ, ക്ഷമിക്കണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന ആരാധന നാഥ, ആരാധന 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 നാഥ, ആരാധന 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 നാഥ, ആരാധന. പരിശുദ്ധ പരമദിവ്യ കാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യ കാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അളവറ്റ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ പരിശുദ്ധ പരമദിവ്യ കാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും
ഉണ്ടായിരിക്കട്ടെ.